നമസ്കാരം. ഇന്നത്തെ പ്രൈം പോഡ്കാസ്റ്റിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് നിരവധി മിമിക്രി വേദികളിലൂടെ, മിമിക്രി ഹാസ്യ പരിപാടികളിലൂടെ പ്രിയങ്കരനായി മാറിയ ഒരു കലാകാരനാണ് അരുൺ ഗിന്നസ്. റിങ്ങുമീ രാത്രി തൻ നൊമ്പരം മാറ്റുവാൻ. എനിക്ക് ചെറുതായിട്ട് വിക്കലുണ്ട്, ചെറുതായിട്ടുള്ള നല്ല രീതിയിൽ തന്നെ വിക്കലുണ്ടായിരുന്നു. സ്റ്റാമറിങ് അതൊരു ഇല്ലാത്തൊരു വിഷമം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നീട് ഇങ്ങനെ ഉള്ള യാത്രകളിലോ അങ്ങനെയൊക്കെ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? മനസ്സിൽ മടിയിലെ മാതളിരി. ആദ്യം വരുന്നത് നമ്മുടെ KS പ്രസാദേട്ടന്റെ ഒരു അപരൻ എന്ന നിലയിലാണ് മിമിക്രിയിൽ, അല്ലേ? ഒന്നവനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടങ്ങു കൊണ്ടുപോകൂ. നിന്നെ ഒരിക്കൽ കൊണ്ടുപോകാം. ഓരോ പാട്ടും കവിതയായിട്ട് എഴുതുമ്പോൾ ഒരു കവിതാ ടൂൺ ഉണ്ടാവും. നാടിൻ നന്മകനെ പൊന്മകനെ തായവനെ. നീ എന്തിനാ ഭക്ഷണം കഴിച്ചേ? ഭക്ഷണത്തിന് വേണ്ടിട്ടാ. എന്റെ പ്രോഗ്രാമിന്റെ സംഘാടകരാണ് ഈ പറയുന്നത്. സംഘാടകല്ല, പ്രോഗ്രാമിൽ ആർട്ടിസ്റ്റാ പറഞ്ഞത്. ആർട്ടിസ്റ്റ് അവര് ചെറുതാ കഴിച്ചിട്ട് പറഞ്ഞു, ഇത് മനിത കാതനല്ല. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അരുൺ ഗിന്നസ്. പ്രിയമുള്ളവരെ, ഇന്ന് പ്രൈം പോഡ്കാസ്റ്റിൽ പ്രിയപ്പെട്ട പ്രശാന്ത് ചേട്ടനോടൊപ്പം ഞാനുമുണ്ട്. അപ്പോൾ എല്ലാവരും പ്രോഗ്രാം വാച്ച് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമസ്കാരം അരുണേ. നമസ്കാരം ചേട്ടാ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിട്ട് പോകുന്നു. പ്രോഗ്രാമൊക്കെ ആയിട്ട് ഇങ്ങനെ നന്നായിട്ട് നന്നായിട്ട് പോകുന്നു. ആദ്യം വരുന്നത് നമ്മുടെ KS പ്രസാദേട്ടന്റെ ഒരു അപരൻ എന്ന നിലയിലാണ് മിമിക്രിയിൽ, അല്ലേ? അങ്ങനെയാണ് കൊച്ചിൻ ഗിന്നസിലൂടെ തന്നെയാണ്. ആ ഒരു വേഷത്തിലൂടെയാണോ കൊച്ചിൻ ഗിന്നസിലേക്ക് എൻട്രി? അല്ല, ഫിഗറിലൂടെ അല്ല. അന്ന് ടെലിഫോണുള്ള സമയം, മൊബൈൽ ഇല്ലാത്ത കാലം. അപ്പൊ CD-യിൽ ഒരു നമ്പർ, പ്രസാദേട്ടന്റെ നമ്പർ വന്നിട്ട്, അന്ന് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ആ കോമഡി ഷോ ഒക്കെ ഇല്ലേ, ആ ടൈം പാസ് അങ്ങനെയുള്ള കോമഡി ഷോകളൊക്കെ കണ്ടിട്ടാണ് അപ്പൊ ഒരു ഇൻസ്പിറേഷൻ. അപ്പൊ എനിക്ക് ഉള്ളിൽ ഭയങ്കര ആഗ്രഹമുണ്ട്, ഒരു കലാകാരനാവണം എന്നൊക്കെ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് അങ്ങനെ ഫോൺ നമ്പറൊക്കെ എടുത്ത് ബൂത്തിൽ കയറി. അപ്പൊ ബൂത്തിൽ കുറെ ആൾക്കാരൊക്കെ വിളിക്കാനൊക്കെ നിൽക്കുന്നുണ്ട്. ഓരോ കോയിനിട്ട് ഇങ്ങനെ പ്രസാദേട്ടനെ വിളിച്ചു. ഇവിടെ വാ വന്ന് നോക്ക്. അപ്പം ഞാൻ ഇങ്ങനെ ഓരോ ശബ്ദങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഫോണിൽ കൂടെ ഞാൻ ഇങ്ങനെ ശബ്ദം അനുകരിച്ച് പാടി, ഫീമെയിൽ മെയിൽ ടോണിൽ പാടി. അന്നിപ്പോൾ കേട്ടപ്പോൾ അന്നൊരു വെറൈറ്റി ആയിട്ട് പ്രസാദം തോന്നിക്കണം. അപ്പം അന്ന് വരാൻ പറഞ്ഞു. പ്രസാദന്റെ വീട്ടിൽ വന്ന് അന്ന് ഇങ്ങനെ ഷൂട്ട് എന്തോ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോസ്റ്റ്യൂമൊക്കെ ആയിട്ട് പോരേന്ന് പറഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് കോസ്റ്റ്യൂം എന്താണെന്നൊന്നും അറിയില്ല. ഞാൻ ആന്ന് പറഞ്ഞു. ഞാൻ വന്ന അതേ രീതിയിലാണ് വന്നപ്പോൾ. പിന്നെ പ്രസാദന്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ്, ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് ഞാൻ അന്നത്തെ ആദ്യത്തെ ഷൂട്ട് ചെയ്തത്. അങ്ങനെയുള്ള കുറെ അനുഭവങ്ങൾ. അല്ല, പ്രസാദേട്ടനായിട്ടുള്ള ഈ രൂപസാദൃശ്യം ആരാണ് പറഞ്ഞത്? അല്ല, അത് അവിടെ നിന്ന് കുറെ നാൾ കഴിഞ്ഞ് ഇപ്പൊ കണ്ണാടിയിലൊക്കെ നോക്കിയപ്പോ അങ്ങനെ ചെറിയ സാമ്യം പോലെ തോന്നി. അപ്പൊ കുറച്ച് വരുമ്പോൾ ഞാൻ സാമ്യമുണ്ട് അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയെന്നുള്ളത്. കുറച്ചിങ്ങനെ ചിരിക്കുമ്പോഴൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ അതൊരു ഗുണം. അപ്പൊ അതൊരു ഗുണമായിട്ട്. അപ്പൊ പ്രസാദിന്റെ ട്രൂപ്പിൽ തന്നെ പിന്നീട് പ്രസാദിന്റെ അപരനായിട്ടും പിന്നീട് ഇത്തരത്തിലുള്ള നമ്മളുടെ ഈ ശബ്ദത്തിലൂടെയൊക്കെ പാട്ട് പാടാനും ഒക്കെ ആയിട്ട് അവിടെ കൂടി, അല്ലേ? പിന്നെ അങ്ങോട്ട് ഒരുപാട് പ്രോഗ്രാംസ് വിദേശത്തും സ്വദേശത്തുമായിട്ടൊക്കെ ചെയ്യാനും സാധിച്ചു. അപ്പൊ അങ്ങനെയൊക്കെ പോകുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? നമ്മൾ വിചാരിക്കാതെ അല്ലെങ്കിൽ പെട്ടെന്നൊരു എൻട്രി വരികയാണ് മിമിക്രിയിലേക്ക് വന്ന്, അതും ഏറ്റവും വലിയ ലെജൻഡറി ആയിട്ടുള്ള മിമിക്രിയുടെ ഒരു കുലപതി ആയിട്ടുള്ള KS പ്രസാദിനോടൊപ്പം. പിന്നീട് അദ്ദേഹത്തിനോടൊപ്പം തന്നെ ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റിയപ്പോൾ ഒരുപാട് അനുഭവങ്ങളൊക്കെ വരും. അത്തരത്തിലുള്ള മനസ്സിൽ തങ്ങി നിൽക്കുന്ന കാര്യങ്ങൾ. ആദ്യമായിട്ട് ഫസ്റ്റ് ട്രിപ്പ് പോകുമ്പോൾ എവിടെ പോയെ? അത് ദുബായ്. അപ്പൊ അന്ന് ഡിംപിൾ റോസ് എന്ന് പറഞ്ഞ ഒരു സീരിയലിലുള്ള അവരാണെന്ന് അവിടെ ഡാൻസ് കളിക്കുക. അപ്പൊ അതിന്റെ അച്ഛനുണ്ട്. അപ്പൊ അച്ഛനോട് പറഞ്ഞു, ഈ ആദ്യമായിട്ട് ഗൾഫിന് പോണവര് ഈ ഫ്ലൈറ്റിൽ ₹1 മുട്ടിച്ചിട്ട് തലമൂത്ത ആളുടെ കാല് തൊട്ട് വന്നിച്ചിട്ട് വേണം. അന്നീ പറഞ്ഞ നമ്മൾ നാടൻ പ്രദേശത്ത് വരുന്ന ഞാൻ പറഞ്ഞല്ല, അതുപോലെ തന്നെ കേട്ടു. നെടുമ്പാശ്ശേരി പറഞ്ഞു. ഇത് ഡിംപിളാണ് പറഞ്ഞത്. ഡിംപിളാണ്. അപ്പൊ ആരാണ് ഏറ്റവും മൂത്ത് അവരുടെ കാല് തൊട്ട് വന്നിച്ചിട്ട് കയറണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കേട്ടു. ഞാൻ ബേസിൽ നിന്ന് ₹1 എടുത്തിട്ട് ഫ്ലൈറ്റിൽ മുട്ടിച്ചു. ആ ഡിംപിളിന്റെ മൂത്ത ഫാദറാണെന്ന്. അപ്പൊ പുള്ളി കാല് തൊട്ട് പുള്ളി അറിയാണ്ട് അനുഗ്രഹിച്ചു. പക്ഷെ അത് പിന്നെ അന്ന് തൊട്ട് ഇന്ന് വേറെ ഇഷ്ടംപോലെ ട്രിപ്പിൾ കാര്യങ്ങളുണ്ട്. അതൊരു അനുഗ്രഹമായി. അതൊരു കോമഡിക്കാണെങ്കിലും, ചിലപ്പോൾ അവർ പറഞ്ഞത് കോമഡിക്കാണെങ്കിലും എന്നെ സംബന്ധിച്ച് അതൊരു നല്ല രീതിയിലേക്ക് വന്നു. പിന്നെ അന്ന് തന്നെ വേറൊരു അനുഭവം. എനിക്ക് ചെറുതായിട്ട് വിക്കലുണ്ട്, ചെറുതായിട്ടുള്ള നല്ല രീതിയിൽ തന്നെ വിക്കലുണ്ടായിരുന്നു. സ്റ്റാമറിങ്
അതുണ്ട്. പക്ഷെ അങ്ങനെ സംസാരിക്കുമ്പോഴോ പിന്നീട് ഇതിനു മുമ്പ് അരുണുമായിട്ടൊക്കെ പലതവണ നമ്മൾ സംസാരിക്കുമ്പോഴോ ടെൻഷൻ കൂടുമ്പോഴൊക്കെ കൂടുതൽ വരും. അപ്പൊ അന്നേരം ബ്രീത്ത് പ്രോബ്ലം വരും. പെട്ടെന്ന് സംസാരിക്കാൻ ചിലപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ശ്വാസം ചിലപ്പോൾ മുട്ടിപ്പോകും. അങ്ങനെ ഒരുപാട് ഈ പഠിപ്പിക്കാൻ പെർഫോം ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റേജിൽ അതാണ് പാട്ട് പാടുമ്പോൾ വെക്കലില്ല. അപ്പൊ മിമിക്രി എന്ന കല നമ്മൾ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാനുള്ളൊരു ഞാൻ ഇപ്പോൾ സ്കൂളിൽ ചെല്ലുമ്പോൾ ഒരു മോട്ടിവേഷൻ സ്പീച്ച് ആയിട്ട് ഇതാ പറയുന്നത്. അപ്പൊ നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ് ഘടകമുണ്ടെങ്കിൽ അത് നെഗറ്റീവായിട്ട് എടുക്കാതെ ഒരു പോസിറ്റീവായിട്ട് രീതിയിൽ പോവുകയാണെങ്കിൽ അത് എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞിട്ടിരുന്നാൽ നമ്മളിപ്പോൾ വീണ്ടും അവിടെ തന്നെ. നമ്മുടെ സംവിധായകനും മിമിക്രിയുടെ വലിയൊരു സുൽത്താനും ഒക്കെ ആയ നാദൃഷിക്കയ്ക്ക് ഇത്തരത്തിലുള്ളൊരു പ്രോബ്ലം ആദ്യകാലത്തുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് പാടുമ്പോഴോ മിമിക്രി പെർഫോം ചെയ്യുമ്പോഴോ ഒന്നുമില്ല. പിന്നെ അത് ആ മിമിക്രിയിലൂടെയും പാട്ടിലൂടെയുമാണ് അദ്ദേഹം അത് തിരുത്തി എടുത്തതും ആ ഒരു ഇതിനൊക്കെ ഓവർകം ചെയ്തത്. ഞാൻ ചിന്തിച്ച നമുക്ക് സംസാരത്തിലാണല്ലോ പ്രശ്നം, അതും തൊണ്ടേന്നാണ്, പാട്ടും തൊണ്ടേന്നാണ്. അപ്പൊ നമുക്ക് അതിനൊന്ന് വിട്ടുപോയിട്ടില്ല, നമുക്ക് കിട്ടുന്നുണ്ട്. അതൊരു ദൈവഭാഗ്യം. അപ്പൊ ഈ സ്റ്റാമറിംഗ് കൊണ്ട് വന്ന കാര്യം എന്താണ്? അല്ല, സ്കൂളിൽ പഠിപ്പിക്കാൻ നേരത്ത് 10ലൊക്കെ വെച്ച് ചോദ്യം എനിക്ക് ഉത്തരം അറിയായിരിക്കും. പക്ഷെ എൻ്റെ അടുത്ത് വരുമ്പോൾ സാറിന് ഉത്തരം അറിയാവുന്നവർ ഇരിക്ക് ബാക്ക് ടു അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പൊ അങ്ങനെ എൻ്റെ അടുത്ത് വന്നപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി. എനിക്ക് ഉത്തരം അറിയാമായിരുന്നു, പക്ഷെ എനിക്ക് ശ്വാസം മുട്ടിപ്പോയി, പറയാൻ പറ്റുന്നില്ല. ബാക്കിയുള്ള എല്ലാവരും ഇരുന്നോ, നീ എനിറ്റൊന്നു പറഞ്ഞു. ശരിക്കും തല്ല് കിട്ടി. അപ്പൊ ഇതുപോലുള്ള ഒരുപാട് അനുഭവങ്ങളാണ് സ്കൂളിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളിതൊരു കാര്യം പറയാൻ ചെന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും, പക്ഷെ അത് നമുക്കത് പറഞ്ഞു ഫലിപ്പിക്കാൻ കഴിയില്ല. അതൊരു ഇല്ലാത്തൊരു വിഷമം തന്നെയാണ് ശരിക്കും പറഞ്ഞാലും. പിന്നീട് ഇങ്ങനെ ഉള്ള യാത്രകളിലോ അങ്ങനെയൊക്കെ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് എന്തെങ്കിലും സ്ഥലം ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വല്ല ഓഫീസർമാരുടെ അടുത്തൊക്കെ അനുസരിച്ച് ചോദിക്കട്ടെ. അവർ 100 ടെൻഷനൊക്കെ അടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും നമ്മൾ ഇന്ന്. അപ്പൊ അന്നേരം നമുക്ക് പറയാൻ പറ്റും. പോലീസുകാരൊക്കെ വഴി ചോദിക്കുമ്പോൾ അങ്ങനെയുള്ള പ്രത്യേക ഘട്ടത്തില് ബുദ്ധിമുട്ടുകൾ ടെൻഷൻ വരുമ്പോഴാണ് കൂടുതലായിട്ട് സംഭവിക്കുന്നത്. ടെൻഷനാണ് ഇതിന്റെ. ഈ ഫ്ലൈറ്റ് വെച്ച് ഫുഡ് ഓർഡർ ചെയ്തപ്പോ എന്തൊരു കുഴപ്പം? അത് ഈ പ്രസാദ് അത് അന്നത്തെ ട്രിപ്പില്. അപ്പൊ എനിക്ക് ചില വീട്ടിലുണ്ടെന്ന് അറിയാലോ. അപ്പൊ നമ്മള് എയർ ഹോസ്റ്റസ് വെജ് നോൺ വെജ് എന്ന് പറഞ്ഞപ്പോ എനിക്ക് നോൺ വെജ് എന്ന് പറഞ്ഞപ്പോ നോൺ അങ്ങ് കുരുങ്ങിപ്പോയി. നോൺ വെജ് ഇങ്ങനെ ആയിപ്പോയി. വെജ് നോൺ വെജ് എന്ന് പറഞ്ഞപ്പോ നോൺ വെജ് ഇങ്ങനെ ആയിപ്പോയി. വെജ് അപ്പൊ നോൺ വിഴുങ്ങിപ്പോയി. എനിക്ക് കുറച്ച് ചപ്പും ചോറും തന്നു. അവരെല്ലാം ചിക്കൻ എടുത്തിട്ട് കഴിക്കാൻ. അപ്പൊ അങ്ങനെ ഒക്കെയാണ് നമ്മുടെ കുഞ്ഞു അനുഭവങ്ങൾ. ഓക്കെ, അതെന്തായാലും ഈ കലയിലൂടെ തന്നെ അത് മാറ്റിമറിക്കാനും ഓവർകം ചെയ്യാനും കഴിയട്ടെ. അപ്പൊ നമുക്കൊരു പാട്ട് കേട്ടാലോ? നല്ല രീതിയിൽ ഈ എന്താ പറയുക, ഗായകരുടെയും ഗായികമാരുടെയും ശബ്ദത്തിൽ പാടുന്ന, അത് അരുൺ പാടുന്നത് പോലെ പലരും അങ്ങനെ ചെയ്യാറുണ്ടെങ്കിലും അരുണിൻ്റെ അത് കുറേ കൂടി വളരെ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതായത് പലപ്പോഴും ഇപ്പോൾ ജാനകി അമ്മയുടെ ടോണിൽ, വാണി ജയറാം അമ്മയുടെ ടോണിൽ, ജാസി ഗിഫ്റ്റ്, അങ്ങനെ ഒരുപാട് പേര് പ്രത്യേകിച്ച് ഫീമെയിൽ ടോൺ പാടുമ്പോൾ കുറച്ചൊരു സംഗീതം പഠിച്ചതുപോലെ, എന്ന് വെച്ചാൽ ആ പാട്ടിൻ്റെ സ്വരസ്ഥാനങ്ങളിലേക്കൊക്കെ കറക്റ്റായിട്ട് എത്തുന്ന പോലെ. നമ്മുടെ സാധാരണ സിനിമാ താരങ്ങളുടെ ശബ്ദമാണെങ്കിൽ നമുക്ക് പിച്ചോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യം നോക്കേണ്ട ആവശ്യമില്ല. ഇത് പാട്ടാണ്. എല്ലാവരും ഇപ്പം എല്ലാം പാട്ടിൻ്റെ സംഗീത സംഭവമൊക്കെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ പോകണേ. അപ്പോൾ നമ്മൾ താളം, ലയം, പിച്ച് എല്ലാം നമ്മൾ നോക്കി വേണം നമ്മളൊരു പ്രോഗ്രാം ചെയ്യാനായിട്ട്. മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നോക്കാറുണ്ട്. എത്രത്തോളം വരുന്നത് നമ്മുടെ പ്രേക്ഷകരുടെ. അപ്പോൾ ആദ്യം ആരുടെ? നമുക്ക് ഫീമെയിൽ വേണ്ടി തുടങ്ങിയ വാണി ജയറാമിൻ്റെ. മിക്കവാറും ഞാൻ വാണി ജയറാമിൻ്റെ പ്രോഗ്രാം പാട്ടിൽ തന്നെയാണ് തുടങ്ങുന്നത്. ശരി. തനിയെ പോകുമ്പോൾ വിങ്ങുമീ രാത്രി തൻ നൊമ്പരം മാറ്റുവാൻ അങ്ങകലെ നിന്നു മിന്നും നീ പുടർന്നൊരു താരകം മനസ്സിൻ മടിയിലെ മാത്തളിരി മയങ്ങും മണിക്കൊരു നീ കനവായി മിഴികളെ തഴുകാം ഞാൻ ഉറങ്ങൂ നീ ഉറങ്ങൂ. അടിപൊളി. പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, പാട്ട് പഠിച്ചിട്ടില്ല. ഇത്രയും പാട്ടിനെ പഠിക്കുന്നു. നമ്മൾ ഓരോ പാട്ടും എടുത്ത് പഠിച്ചാൽ നമുക്ക് പാട്ട് പഠിക്കുന്ന പോലെ തന്നെ നമുക്ക് കുറച്ച്. വീട്ടിലാരെങ്കിലും പാടുമായിരുന്നോ? ഇല്ല, ആരുമില്ല. നമ്മൾ ഈ വഴി തെറ്റി ഇങ്ങനെ ഞാൻ ശരിക്കും ഇലക്ട്രോണിക്സ് ആയിരുന്നു ഫീൽഡ്. ആ ചെറുപ്പത്തിൽ 10 കഴിഞ്ഞ് നേരെ +2 പോലും പഠിക്കാണ്ട് ഇലക്ട്രോണിക്സ് പഠിക്കാൻ പോയി. അല്ല, ശരിക്കും ഞാൻ 10ൽ തോറ്റൊരു വ്യക്തിയാണ്. അപ്പോഴാണ് ഈ തോൽവി ഇത്രയും വലിയൊരു സംഭവമാണ്, ഇത്രയും വലിയ മാനം പോണ സംഭവം എന്ന് പറഞ്ഞ്.
അല്ല തോറ്റു കഴിഞ്ഞാൽ ഒരു വിലയില്ല, തോറ്റു കഴിഞ്ഞാൽ ഒരു വിലയില്ല. അപ്പോഴാണ് എനിക്ക് പഠിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായി. പിന്നെ ഇലക്ട്രോണിക്സ് പഠിച്ചു, അതിലൊക്കെ ഫസ്റ്റ് റാങ്ക് ഉണ്ട്. പിന്നെ ഫസ്റ്റ് റാങ്ക് ഉണ്ട്. ഇലക്ട്രോണിക്സിൽ KGC ഉണ്ട്, AITC ഓൾ ഇന്ത്യ ടെക്നിക്കിന്റെ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാ സർട്ടിഫിക്കറ്റിലും ഫസ്റ്റ് തന്നെയാണ് നമുക്ക്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ടിവിയുടെ മെക്കാനിക്ക്, പിന്നെ പ്രൈവറ്റ് കോഴ്സ് ആണ്. പ്രൈവറ്റ് കോഴ്സ്. അതിനുശേഷം പിന്നെ കമ്പ്യൂട്ടർ ചിപ്പിൽ ഒരു ഹാർഡ്വെയർ, ഈ കമ്പ്യൂട്ടർ മെക്കാനിക്കില്ലേ അത് പഠിച്ചു. കമ്പ്യൂട്ടർ നിർമ്മാണം അങ്ങനെയുള്ള പരിപാടികൾ പഠിച്ചു. പിന്നെ അന്നേരം പാട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം പിന്നെ എറണാകുളത്ത് വന്ന സൗണ്ട് എഞ്ചിനീയർ, നമ്മുടെ റിയാൻ സ്റ്റുഡിയോയിൽ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ചു. അപ്പോൾ അതോടുകൂടി നമ്മുടെ പഠനം ഏകദേശം ഞാൻ എല്ലാം ടെക്നിക്കലായിട്ട് ഉള്ള ഇതാണ് കൂടുതൽ പഠിച്ചത്. കാരണം നമ്മുടെ മനസ്സ് നിൽക്കുന്നതെല്ലാം അങ്ങനെ ഒരു കാര്യത്തിലാണ്. അപ്പോൾ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ചപ്പോഴാണ് ഇങ്ങനെയുള്ള ഓരോ പ്രത്യേക എക്കോയിട്ട് പാടാനും അല്ലെങ്കിൽ അങ്ങനെ പാട്ടിനകത്തുള്ള കുറച്ചുകൂടെ വരാനുള്ള കാരണം. ഇപ്പം നമ്മൾ MTT സംഭവം ശരിയാണെന്ന് നോക്കുകയാണെങ്കിൽ റെക്കോർഡ് ചെയ്ത് നോക്കും. അപ്പോൾ ഏകദേശം ഇത് ഓക്കെ ആണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതൊരു ഗുണം ചെയ്തിട്ടുണ്ട് ടെക്നിക്കലായിട്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ പാട്ട് പഠിക്കാതെ ഇത്രയും കറക്റ്റായിട്ട് ആ നോട്ടിൽ എന്താ പറയുക, അതിൻ്റെ എല്ലാ ഭാവങ്ങളും ലയവും താളവും ഒക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് പാടുക എന്ന് പറയുന്നൊരു വലിയൊരു കാര്യമാണ്. കാരണം പാട്ടിനെ കുറിച്ച് ചെറിയൊരു അത് നമുക്ക് ഒരു കാര്യത്തിൽ നമുക്കൊരു ആഗ്രഹമാണ് ഏറ്റവും വലുത്. അത് ആഗ്രഹം നമുക്കവിടെ തെറ്റാണ്, നമ്മളൊരു പ്രേക്ഷകരുണ്ടാവുന്നുള്ള ഏറ്റവും വലിയ കാര്യം. തെറ്റാന്ന് എനിക്ക് മനസ്സിലായി. അത് മറ്റു പ്രേക്ഷകർ ചിന്തിക്കട്ടെ എന്നല്ല പറയുന്നത്, നമ്മളെ തെറ്റി തിരുത്തി വിടണം. അപ്പൊ എനിക്കറിയാം ഇവിടെ അത്ര ശരിയായില്ലെന്ന് എനിക്ക് തന്നെ അറിയാം. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്ത് പഠിച്ച് ആണ്. അപ്പൊ നമ്മൾ പാടുന്ന പാട്ടാണെങ്കിലും മാക്സിമം അതിനകത്ത് നോക്കണം. പിന്നെ നമ്മുടെ കാലാവസ്ഥയും നമ്മുടെ ചെന്നപ്പോൾ ഒരു ജലദോഷം നമുക്കറിയാലോ, നമ്മുടെ ശബ്ദത്തിൽ വ്യത്യാസം വന്നാൽ അതും നമ്മളെ ഈ പിച്ചിനെ വരെ നമ്മൾ ബാധിക്കും. എന്നാലും അതൊക്കെ അത്യാവശ്യം മെയിൻറ്റെയിൻ ഞാൻ കുറച്ച് നാളുകൊണ്ട് ഇങ്ങനെ പഠിച്ച് എടുത്തു. അല്ലാതെ പ്രത്യേകിച്ച് ഇങ്ങനെ അങ്ങനെ ആരുടെയൊക്കെ ശബ്ദത്തിൽ പാടും? ഇപ്പൊ വാണി ജയറാം, പിന്നെ ജാനകി അമ്മ, ജാസി ഗിഫ്റ്റ്, അങ്ങനെ ഏകദേശം 30-35ഓളം വോയിസുകളാണ്. പക്ഷെ നമുക്ക് ഒരുപാട് അനുകരിക്കും. 100 പേരാണ് എടുക്കാം. പക്ഷെ എല്ലാം കുറച്ച് ഒരു 5 പേർ വെച്ചിട്ട് വോയിസുള്ള സാമ്യങ്ങളായിരിക്കും. അപ്പൊ ജാസിമിനുള്ള സാമ്യമുള്ള കുറച്ച് പേരുണ്ടാവും. എന്ന് പറഞ്ഞോട്ടെ വേണ്ട, ജാനകി, ദിലീമ, അവർക്ക് സാമ്യം ഭയങ്കര സാമ്യങ്ങൾ അങ്ങനെ കുറെ എടുക്കാം. പക്ഷെ എടുക്കാവുന്ന കുറച്ച് ഒരു 30-35 എല്ലാ ഐറ്റങ്ങളിലും ശരിക്കും അത്ര എടുക്കാൻ പറ്റുള്ളൂ. ചേട്ടൻ അറിയാലോ, ബാക്കിയുള്ള എല്ലാം സാമ്യങ്ങളായിരിക്കും. ഇനിയിപ്പോ പുതിയ താരങ്ങളെ ആരെങ്കിലും പരീക്ഷിച്ചിട്ടുണ്ടോ? ഇപ്പൊ വരുന്ന ഇപ്പൊ വേടൻ അല്ലെങ്കിൽ ഡെപ്സി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡെപ്സിയുടെ സ്ക്രാച്ച് വോയിസാ. അത് നമുക്ക് അതായത് MS തൃപ്പൂണിത്തുറ എടുക്കുന്ന കൂട്ടിരിക്കും. നമ്മളെ സിനിമാ നടന്മാരിലെ MS തൃപ്പൂണിത്തുറയുടെ കൂട്ടിരിക്കും അദ്ദേഹത്തിന്റെ സൗണ്ട് എടുക്കുമ്പോൾ. അതങ്ങനെ ശ്രമിക്കാറില്ല. ഡെപ്സി കേൾക്കണ്ട. അതെന്താന്ന് വെച്ചാല് സ്ക്രാച്ച് വോയിസാ. നമുക്ക് ആ തൊണ്ടയ്ക്ക് പറ്റും. ഒരു ദിവസം തന്നെ ന്യായം ഒരു 1.5 മണിക്കൂർ പ്രോഗ്രാമാണ് നമ്മുടെ. അതിനകത്ത് അങ്ങനെയുള്ള വോയിസുകൾ എടുത്തു കഴിഞ്ഞാലുള്ള വിഷയം നമുക്ക് അത് പിന്നീട് നമ്മൾ ഭയങ്കരമായിട്ട് പോകും. അതുപോലെ ഭയങ്കര ഹൈപ്പിച്ചായിട്ടുള്ള പാട്ട് എടുത്താലും പിന്നെ എന്തൊരു ഹൈപ്പിച്ചുള്ള പാട്ട് പാടാതിരിക്കാൻ പറ്റില്ല. പക്ഷെ ഹൈപ്പിച്ച് എടുക്കുമ്പോൾ കുഴപ്പമില്ല, തൊണ്ടയ്ക്ക് അത് ശരിക്കും ബാധിക്കുന്നുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഓരോ ഈ സിംഗേഴ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ വിജയിച്ച പാട്ടായിരിക്കണം. ഈ പാട്ടെല്ലാവരും കേട്ട പാട്ടായിരിക്കും, മനസ്സിലുണ്ടാവണം. ഇവരുടെ വോയിസ് ആൾക്കാരുടെ മനസ്സിലുണ്ടാവണം. അപ്പൊ ഒരു പാട്ട് സെലക്ഷനിൽ ഭയങ്കര പ്രാധാന്യമുണ്ട്. കൂടുതലും അനുകരിക്കാൻ പറ്റിയ വോയിസ് ഇച്ചിരി പഴയ വോയിസുകളാണ്. എന്ന് വെച്ചാൽ അവർക്ക് വ്യത്യസ്തമായ അന്ന് ഓരോ ഗായകര സിനിമാ നടന്മാരുടെ ഒരു ഫിഗറായിട്ട് സാമ്യമുള്ള. അപ്പം അങ്ങനെയൊക്കെയാണല്ലോ പണ്ട് സെലക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നായകൻ ഏതാനും കുഴപ്പമില്ല, പാട്ട് വേറെ വോയിസിലായിരിക്കും. സംസാരം ഡബ് ചെയ്യുന്ന ശബ്ദം വേറെയാണെങ്കിലും വിനീത് ശ്രീനിവാസൻ പാടുന്നു. അപ്പൊ അങ്ങനെ നേരത്തെ അങ്ങനെ ഇപ്പൊ മോഹൻലാലിനോട് MG ശ്രീകുമാരുടെ ഒരു ശൈലി, അതായത് അതുമായിട്ട് ബ്ലെൻഡഡ് ആണ്. നമ്മളിപ്പോ അദ്ദേഹത്തിന്റെ വോയിസ്, അദ്ദേഹത്തിന്റെ ക്യാരക്ടർ, അപ്പൊ ചിലപ്പോ ആ ക്യാരക്ടറിൽ ആ വോയിസും ആ രാഗം വരെ അതെ അന്ന് കവിത വരെ ആ ഒരു രൂപത്തില് മാച്ചായിട്ടുള്ള രീതിയിലാണ്. എനിക്കൊന്ന് വിനീത് ശ്രീനിവാസന്റെ മുൻപിൽ വെച്ച് വിനീത് ശ്രീനിവാസനെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് ഒരു വൈറൽ വീഡിയോ വന്നായിരുന്നു. ഫസ്റ്റ് വൈറൽ അതാണ് നാദർഷക്കയുടെ ഒരു പ്രോഗ്രാമില്, പുറത്ത് വെച്ചിരുന്നൊരു പ്രോഗ്രാമില്. അപ്പൊ അദ്ദേഹം ഒരുപാട് ഒരു പാടാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് സമയക്കുറവുള്ളതുകൊണ്ട് ഒരു ഐറ്റം കയറി പോകാനുള്ള ആഗ്രഹം കൊണ്ട് അപ്പൊ എന്നോട് പറഞ്ഞു അങ്ങനെ കയറി ചെയ്യാമെന്ന് ചോദിച്ചു. അങ്ങനെ അന്നേരം കയറി ചെയ്തപ്പോൾ വിനീത് ശ്രീനിവാസൻ വേദിയിലുണ്ടായിരുന്നു. പെട്ടെന്ന് അത് നാദർഷക്കയുടെ ഒരു ഐഡിയയിൽ പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്ത് എനിക്ക് കിട്ടേണ്ട വേദി പോലെ അല്ല, പക്ഷെ എന്നാലും ആ സെക്കൻഡിൽ സംഭവിച്ചില്ല. പക്ഷെ ആ സമയത്ത് അത് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ എങ്കിലും അവസരം ഉണ്ടാവില്ല. അപ്പൊ ആ സമയത്ത് അങ്ങനെ ഓമനപ്പുഴ കടപ്പുറത്തുനിന്നുള്ള പാട്ട് അങ്ങനെ പാടി. അപ്പൊ വിനീതിന്റെ ശബ്ദത്തില് ആ പാട്ടാണോ അത് വേറെ ഏതെങ്കിലും വിനീത് ശ്രീനിവാസന്റെ ശബ്ദം കേൾക്കാനുള്ള ആഗ്രഹം? തിനവയൽ കരയിൽ ഇളവയിൽ കതിര് പുളിയില കരയാ പുഴവ നെയ്യുമ്പോൾ പുലരി മഞ്ഞു നനഞ്ഞു നിന്നൊരു പവിഴ മലരിനു നൽകുവാനൊരു മുഴം
ഒരു മുഴം പൂഞ്ചേല വാങ്ങാൻ പോയി കുളിരിളം കാറ്റ് ഒരു വാക്കുമിണ്ടാതെ ഒരു നോക്കു കാണാതെ കാട്ടു ചെമ്പകച്ചോട്ടിൽ നിന്ന് കാറ്റിതെങ്ങു പോയി പൂങ്കാറ്റിതെങ്ങു പോയി. അടിപൊളി അടിപൊളി. ഇതെല്ലാം മൈക്ക് വോയിസ് കേട്ടോ. അനുകരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ പിടിച്ച് ചെയ്യാൻ പാടില്ല. മൈക്കിലാകുമ്പോൾ കുറച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ഒരു ടോണിലേക്ക് ഔട്ട് കേട്ടിട്ട് നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഈ മിമിക്രിയിൽ വന്നിട്ട് ഇപ്പോൾ ഒരുപാട് പ്രത്യേകിച്ച് ഞങ്ങൾ മിമിക്രിക്കാരുടെ ഇടയിൽ നമ്മൾ മിമിക്രിക്കാരുടെ ഇടയിൽ പറയുന്നൊരു കാര്യം സ്കൂൾ സ്റ്റാർ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ സ്കൂളുകളിൽ ഇനാഗുറേഷൻ പോയിട്ട് അവിടുത്തെ കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുക്കുക. അതെ, അങ്ങനത്തെ ഉദ്ഘാടനം അല്ലല്ലോ, സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം അങ്ങനെയൊക്കെ പോകുമ്പോൾ കിട്ടിയ കുറേ അനുഭവങ്ങളൊക്കെ ഉദ്ഘാടനമാണ് ഇപ്പോൾ കൂടുതൽ ചെയ്യുന്നത്. കാരണം സ്കൂളിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്ക് ഒരു ചെറിയ മോട്ടിവേഷൻ, ഞാൻ ഇത് എൻ്റെ അനുഭവങ്ങളെ കുറിച്ച് ഒരു മോട്ടിവേഷൻ ക്ലാസ് ചെയ്യും. പ്ലസ് അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാം പയ്യെ തുടങ്ങും. ഇതുപോലെ കുറച്ച് അനുകരണങ്ങൾ പയ്യെ തുടങ്ങും. അതിനുശേഷം അടിപൊളി പാട്ട്. അപ്പോൾ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ അവർക്ക് വേണ്ടിയിട്ട് ഒരു പാക്കേജ് പോലെയാണ്. അപ്പോൾ അവർക്ക് വേണ്ട ഒരു ഗസ്റ്റ് പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സിനിമാ താരങ്ങളുടെ പറഞ്ഞു വെച്ചാൽ അവർ വന്നിട്ട് ഒരു 2-3 വാക്ക് സംസാരിച്ചിട്ട് നല്ല എമൗണ്ട് ആയിട്ട് പോകാം. നമ്മൾ ആ ഒരു തരുന്ന എമൗണ്ട് നല്ല പെർഫോമൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അവരെ എൻജോയ് ചെയ്യിപ്പിക്കാം. കാരണം കുട്ടികളാകുമ്പോൾ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഒരുപാട് പാട്ട്, അടിപൊളി പാട്ട് കേൾക്കണം, അല്ലെങ്കിൽ വരുന്ന ഗസ്റ്റ് ഇങ്ങനെ പെർഫോം ചെയ്യാന്ന് പറയുമ്പോൾ അവർക്കൊരു വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും. അല്ല, ഇതെല്ലാം എല്ലാ ഓഡിയൻസും ഇപ്പോൾ ആനുവൽ ഡേക്കൊക്കെയാണ് കൂടുതൽ ആനുവൽ ഡേ പ്രോഗ്രാമാണ്. അവിടെ അച്ഛനമ്മമാരുണ്ട്, കുട്ടികളുണ്ട്, അധ്യാപകരുണ്ട്, സിസ്റ്റേഴ്സ്, അച്ഛന്മാര്, അങ്ങനെ എല്ലാ മേഖലയിൽ നിന്നുള്ള ഓരോരുത്തരെങ്കിലും ഉണ്ടാവും. അപ്പൊ അവർക്ക് പറ്റിയ ഓരോ ഐറ്റം പാട്ടുകൾ നമ്മുടെ അടുത്തുണ്ട്. എന്തൊക്കെയാണ് അവിടെ പെർഫോം ചെയ്യുന്നത്? ഈ സിംഗേഴ്സിന്റെ വോയിസ് ഇമിറ്റേഷൻ ഉണ്ട്, എക്കോ ആയിട്ട് പാട്ട് പാടും. അപ്പൊ അതിലേക്ക് വരുന്നുണ്ട്. ഇപ്പൊ ക്രിസ്ത്യൻ സ്കൂളാണെങ്കിൽ ഭക്തിയാന ക്രിസ്ത്യ ഭക്തിയാന അങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ മോട്ടിവേഷൻ ഏറ്റവും പ്രധാനം കുട്ടികൾക്ക് വേണ്ട ഏറ്റവും മോട്ടിവേഷനാണ് നമ്മൾ പഠിപ്പിച്ചിട്ട്. ഇപ്പൊ ടെക്നോളജി എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടി ആ രീതിയിലുള്ള മോട്ടിവേഷൻ ചെയ്യും. പിന്നെ അച്ഛനമ്മമാരും അവർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ കാലഘട്ടത്തിലുള്ള പാട്ടുകൾ. പിന്നെ ലാസ്റ്റ് അടിപൊളിയായിട്ട് ഓഡിയൻസിൽ ഇറങ്ങിയിട്ട് തുള്ളി തിമിർത്ത് സ്റ്റോപ്പ്. അതാണ് നമ്മുടെ ഒരു പ്രോഗ്രാമിന്റെ രീതി. അത് തന്നെയാണ് പുറത്ത് എല്ലായിടത്തും ഒക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ മെഗാ ഷോ വരുമ്പോൾ അറിയാലോ, ഓരോ ഗ്യാപ്പായിട്ടാണ് ചെയ്യുന്നത്. ആ ഗ്യാപ്പിൽ ഒരു 15 മിനിറ്റ് വരുന്ന ഒരു 3-4 ഗ്യാപ്പ് നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ എക്കോ ഇട്ട് പാട്ട് പാടുന്നത് പറഞ്ഞപ്പോഴാണ് അതൊന്നും നമുക്ക് വേണ്ടി കാണിച്ച് ഇവിടെ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം എക്കോ ആയിട്ടുള്ള സംഭവമാണ്. നമുക്ക് വേറെ കരോക്കെ ഒന്നും പറ്റില്ല, കോപ്പിറൈറ്റിന്റെ കാര്യങ്ങളൊക്കെ കൂടെ നമുക്കൊന്നും പറ്റില്ല. അപ്പൊ എക്കോ അതാദ്യം ഞാൻ പറഞ്ഞില്ല, സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ചപ്പോൾ അവിടെ പഠിപ്പിക്കുന്ന എക്കോയും ഡിലേ അത് തന്നെയാണ് എക്കോ എന്ന് പറയുന്ന സാധനം. റിപ്പീറ്റ് ആയിട്ട് തിരിച്ചു വരിക, ഹലോ 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 റിപ്പീറ്റ് ആയിട്ട് വരിക. ആ പാട്ട് പാടുമ്പോൾ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു പ്രത്യേകത. ഞാൻ ചെയ്ത പരിപാടി എന്ന് വെച്ചാൽ കരോക്കെ ഇട്ടിട്ട് അതിനകത്ത് ടൈം പോവാതെ എക്കോ ചെയ്യും. എക്കോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, ഒക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ടൈമിങ് നോക്കാന്നുള്ള കാര്യമുണ്ട്. ഞാൻ പാടിയത് ചക്രവർത്തി നിനക്കു ഞാൻ എൻ്റെ എക്കോ ഇല്ല. ഇതിനകത്ത് എക്കോ വരുമ്പോൾ ചക്രവർത്തി നിനക്കു ഞാൻ എൻ്റെ ചിൽപഗോപുരം തുറന്നു, അങ്ങനെ നമുക്ക് പോകും. വേറെ പാട്ടുണ്ട്, ഒരു വട്ടം കൂടി എന്നോർമകൾ മെയ്യുന്ന. ഇതിനുള്ള വരി മന്നം, അതിനുള്ള എക്കോയ് മന്നം. അപ്പൊ ഒരു വട്ടം കൂടി എന്നോർമകൾ മെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, തിരുമുറ്റത്തൊരു കോണിന് നിൽക്കുന്നൊരാ നെല്ലിൽ മരമൊന്നൂലുലു തൂവാൻ മോഹം, മരമൊന്നൂലുലു തൂവാൻ മോഹം. അങ്ങനെ ഇത് പോകും. അപ്പോൾ ഓരോ പാട്ടിനും ഓരോ സ്പീഡാണ്. ഇപ്പൊ ജനഗണമന അധിനായക ജനനഗണനമാനന അപ്പൊ സ്പീഡാ. അതുപോലെ പച്ചപ്രന്തത്തിന് പച്ചപ്പാനം തത്തേ എക്കോ ഇല്ല, പച്ചപ്പാനം തത്തേ പൊന്നാരര പൂമുത്തേ പൊന്നെല്ലിൻ പൂങ്കരളിൽ സ്പീഡ് വരും. അങ്ങനെയാണ് എൻ്റെ. അതായത് പഠിക്കണമെങ്കിൽ ഒരക്ഷരം 2-3 വാക്ക് വെച്ച് റിപ്പീറ്റ് ചെയ്ത് ഇപ്പൊ പച്ചപ്പാനം തത്തേ പപ്പ ച പപ്പ നം നം തത്ത തെത്തേ
അങ്ങനെ വരും. അത് റിഹേഴ്സൽ ചെയ്യാനുള്ള ടൈമാണ്. ടിപ്പും കൂടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ ടിപ്പും കൂടെ എല്ലാവരും പഠിക്കട്ടെ, എല്ലാവരും പ്രോഗ്രാം ചെയ്യട്ടെ. സ്കൂളുകളിലൊക്കെ ചെന്നിട്ട് കുട്ടികൾക്ക് ചക്രവർത്തിനെ പഠിപ്പിക്കും. അവരോട് പറയും. പിന്നെ കുറച്ചു നേരം പിള്ളേർ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ മോട്ടിവേഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുക? മോട്ടിവേഷൻ ഞാൻ പറഞ്ഞു, എനിക്ക് സംസാരിക്കും വിക്കലുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അത് വെച്ചിട്ടാണ്. അപ്പൊ നമുക്ക് കഴിയില്ല എന്ന് കരുതിയല്ല. ഞാൻ പറഞ്ഞു, നമുക്ക് ഓരോ ബിൽഡിങ്ങുകൾ കാണുമ്പോഴും അതിൽ ഓരോ വണ്ടികൾ കാണും. ഇതൊക്കെ മനുഷ്യനുണ്ടാക്കിയതാണ്. കമ്പ്യൂട്ടർ കാര്യം എല്ലാം എല്ലാവർക്കും കഴിവുണ്ട്. അല്ല നമ്മൾ ഇതൊക്കെ മറ്റുള്ള മനുഷ്യർ മൈക്ക് കാര്യങ്ങളെല്ലാം മനുഷ്യനുണ്ടാക്കിയാണ്. അപ്പം എല്ലാവർക്കും കഴിവുണ്ട്. അപ്പോൾ നമ്മളത് വളർത്തിക്കൊണ്ടുവരിക. നമുക്ക് കഴിയില്ല എന്ന് കരുതി ഇരുന്നിട്ട് കാര്യമില്ല. ഇന്നത്തെ കാലത്തെ കഴിവ് കൊണ്ടുള്ള നമ്മൾ പഠിച്ച ജോലി ഇനിയുള്ള മല്ലൻ പണികളോ കാര്യങ്ങളോ ഒന്നുമല്ല ഇനി ചെയ്യാൻ പോകുന്നത്. ഇനി ബുദ്ധി കൊണ്ടുള്ള ജോലികളാണ് കൂടുതൽ. അപ്പോൾ ആ രീതിയിലേക്ക് AI ടെക്നോളജി വന്നപ്പോൾ ആ രീതിയിലേക്കും കൂടെ നമ്മൾ മിമിക്രിങ് AI മാറ്റണമെന്ന് ആ രീതിയിലേക്ക് പോകേണ്ട വരും. നീ അതും കൂടി വന്നാലുള്ള അവസ്ഥ. ഇനി അതും കൂടെ വന്നാൽ അല്ല, ഇനി അതായി ദാസന്റെ സൗണ്ടിലാണ് പാടാം. ഇപ്പോ സിനിമകളിൽ ഇപ്പൊ ആർട്ടിസ്റ്റുകൾ ഇല്ലാതെ AI ഉപയോഗിച്ചുകൊണ്ട് അവരെ മേക്ക് ചെയ്ത് ഇപ്പൊ നമ്മളിൽ നിന്നൊക്കെ മൺമറഞ്ഞു പോയ ആക്ടേഴ്സിനെ വെച്ചിട്ട് വേണമെങ്കിൽ സിനിമ ചെയ്യാവുന്ന രീതിയിലുള്ള ടെക്നോളജിയിലേക്ക് എത്തി. ഇനി നമുക്ക് മറ്റൊരു താരത്തിന്റെ ശബ്ദത്തിലേക്ക് പോവാം അല്ലേ? നമുക്ക് പോയേക്കാം. ആരുടെ ശബ്ദമായിരിക്കും? നമുക്കിപ്പോ വീണ്ടും ഫീമെയിൽ നമുക്ക് ജാനകിയമ്മ. ജാനകിയമ്മയുടെ ഓൾ ടൈം ഫേവറേറ്റ് സിംഗറാണ്. നമ്മുടെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു. ജാനകിയമ്മയുടെ എങ്ങനത്തെ പാട്ടാണ് കൂടുതൽ? ഏതൊക്കെയാണ് ടൈപ്പ് വേണേല് പാടാം. ആയിരം വർണ്ണജാലം ആടിപ്പാടും വേളയിൽ ആരോ പാടും താരാട്ടി നീണം ഏറ്റുപാടും സ്നേഹദേവദൂതനേ വരൂ നീ വരൂ. ആടിവാക്കാറ്റ് പാടിവാക്കാറ്റ് ആയിരം പൂക്കൾ നുള്ളിവാ. അന്തിപ്പൂമാനം പൊന്നു ഞാനാടും മന്ദാര പൂക്കൾ നുള്ളിവാ. അടിപൊളി അടിപൊളി അടിപൊളി. ഇതുപോലെ മറ്റൊരു ചാനലിൽ ഞാൻ കണ്ടതാണ് ദലീമ ചേച്ചിയുടെ. അല്ലെ, ദലീമ ചേച്ചിയും ജാനകിയമ്മയുടെയും വോയിസും സിമിലർ ആണ്. ഈ രണ്ടും വ്യത്യാസങ്ങൾ കാണിച്ചിരുന്നു ഒരിക്കൽ. പ്രദക്ഷിണ വഴിയിൽ വെച്ചെന്റെ ദേവൻ പ്രത്യക്ഷനായി സഖി. പ്രദക്ഷിണ വഴിയിൽ വെച്ചെന്റെ ദേവൻ പ്രത്യക്ഷനായി സഖി. അയ്യോ ഞാനൊരു യൂതൻ. അങ്ങനെ ആ ഒരു എന്താണ് കൊഞ്ചപ്പ അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു വോയിസ് കൂടുതലായിരിക്കും. പിന്നെ നമ്മുടെ ജാനകിയുടെ പാട്ട് പാടാൻ പറ്റിയത് കൺമണി അൻപുട് പഠിക്കും. என்ன காயமான போதும் என் மேனி தாங்கிக் கொள்ளும் இந்த மேனி தாங்காது சென்றேனே. எந்த காதல் என்னவென்று சொல்லாமல் எங்கே அழகி வந்தது. உந்த சோகம் என்னை தாக்க என்னென்று போது வந்து அழகி நின்றது. மனிதன் உணர்ந்து கொள்ள இது மனித காதல் அல்ல, அதையும் தாண்டி புனிதமானது. അഭിരാമിയെ ഇത് രണ്ടും മാറി മാറി ചെയ്യുന്ന ഒരുപാട് പാട്ടുകൾ. മെറഡോളിന മാറി മാറി അത് സ്പീഡാ. ഇപ്പൊ അത് ഒരുപാട് സംഗീത പ്രാധാന്യമുള്ള പാട്ട്. സംഗീതം പഠിച്ചിട്ടുണ്ടെന്ന് അറിയാലോ. അപ്പൊ എങ്കിൽ ഞാൻ എഴുതിയെടുത്ത് അത് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് സംഗീതം പഠിച്ചിട്ടുണ്ടോ എന്ന്. കാരണം അതിലെ സ്വരസ്ഥാനങ്ങളൊക്കെ പാടുമ്പോഴേ അതെ അതെ അയ്യോ അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. ഞാൻ അതുകൊണ്ട് വേണ്ട 3-5 വർഷത്തിൽ കൂടുതൽ എടുത്ത് പഠിക്കാൻ. അങ്ങനെ അപ്പൊ അറിയാവുന്നവർക്കൊരു കുറച്ച് മതിയായിരിക്കും.
പക്ഷെ എന്നാലും ആ ഒരു പോയിന്റിലേക്ക് എത്തണമല്ലോ നമ്മൾ, അല്ലാണ്ട് എടുക്കാൻ പറ്റില്ലല്ലോ നമുക്ക്. നിസ 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 ധനി 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 ഗമപദനി ദമ ഗമപദനി ദമ ഗമപമ ഗമഗരി സരി സരി ധനി ദാദനി നിസ സ ഗ ഗ മ ഗ സസഗ ഗമ മത ധനി ധ ധനി സ ഗ ധനി 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 ദ മ ഗ മ ധനി സ ധനി ദ മ ഗ മ ഗരി സരി സ ഗ മ ധനി സ നി ദ മ ഗ മ ഗരി സരി സ ഗ മ ധനി സ നി ദ മ ഗ മ ഗ ദാദനി നിസ സ ഗ നി നിസ സ ഗ ഗ മ മ സ സ ഗ ഗ മ മ ദ ദ ഗ ഗ മ മ ദ ധനി മ മ ദ ധനി നിസ ദ ധനി നിസ സ ഗ. मेरे ढोल ना सुन मेरे प्यारे की धुन. അങ്ങനെയൊക്കെ പറഞ്ഞു. അടിപൊളി. ഇതാ വിത്ത് ഓർക്കസ്ട്ര കൂടി വരുമ്പോ കിട്ടുന്ന ആംബിയൻസ്. അതെ അതെ അതെ. പിന്നെ ഈ ഗിന്നസ് എന്ന പേര് കൊച്ചിൻ ഗിന്നസ് എന്ന് പറഞ്ഞ ട്രൂപ്പിൽ കളിച്ച് കിട്ടി. അത് കൂടാതെ ആദ്യം അല്ലാതെ കിട്ടി. അല്ലാതെ അതിന്റെ ഒരു കോമഡി ഉണ്ട്. ഞങ്ങളവിടെ പുഴയിൽ കുളിക്കാൻ പോകുന്ന ശീലമുണ്ട്. പുഴയിൽ ഞങ്ങളെ നാടൻ പ്രദേശമാണ്. അപ്പൊ എല്ലാവരും വൈകിട്ടായി പുഴയിൽ കുളിക്കാൻ. അപ്പൊ നമ്മുടെ അടുത്തുള്ള ഒരു ചേച്ചി, എൻ്റെ അച്ഛൻ്റെ ഒരു രവി എന്നാണ്. അപ്പൊ അരുണ് നിന്ന് അരുൺ അല്ല അതിനെ അപ്പൂന്ന് വിളിക്കാം. എൻ്റെ നാട്ടിലെ അപ്പൂന്ന് വിളിക്കാം. അപ്പൂ നിന്ന് അപ്പൂന്റെ അച്ഛൻ്റെ പേര് ഗിന്നസ് ആണ്. ചേച്ചി 10-25 വർഷമായിട്ട് ഇവിടെ നമ്മളെ കണ്ടു കിടന്നത് അച്ഛൻ്റെ പേര് രവി എന്ന് പറഞ്ഞാൽ അല്ല എന്നാലും ടി വിയിൽ പറഞ്ഞിട്ട് അരുൺ ഗിന്നസ്, ഞാൻ അച്ഛൻ്റെ പേര് ഗിന്നസ് വല്ല ആണെന്ന് അറിയാം. അപ്പൊ അങ്ങനെ കോമഡി ഉണ്ടായിട്ടുണ്ട്. ശരിക്കും ഗിന്നസിൽ വന്നേ പിന്നെയാണ് നമുക്ക് അരുൺ ഗിന്നസ് എന്ന് മനോജ് ഗിന്നസ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അന്ന് എല്ലാം ട്രൂപ്പിന്റെ പേര് വെച്ചൊക്കെയാണല്ലോ, അല്ലെങ്കിൽ സ്ഥലത്തിന്റെ പേര് വെച്ച്. അപ്പൊ ഞാൻ നോക്കിയപ്പോ നമുക്ക് അതിനെ കൊച്ചിൻ ഗിന്നസ് പിന്നെ അരുൺ ഗിന്നസ് ഇട്ടൊക്കെ. അപ്പൊ പെട്ടെന്ന് പേര് പറയാൻ ഒരു ചാനൽ ചെന്നപ്പോ പെട്ടെന്ന് പേര് പറയാൻ പറ്റുന്നു. അരുൺ എന്ന് പറഞ്ഞാൽ അരുൺ കോതമംഗലം എന്നിട്ടിപ്പോ ചിലപ്പോൾ കോതമത്തിന് ഒതുങ്ങിപ്പോയാലോ അങ്ങനെയുള്ള സ്ഥലപ്പേര്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഇടാതെ. എന്നാൽ പിന്നെ ഗിന്നസ് ആകുമ്പോൾ കുഴപ്പമില്ല, അത് വേൾഡിൽ അങ്ങനെ ഒരു ഫേമസ് ആയിട്ട്. അപ്പൊ എന്നാൽ അങ്ങനെ ഇട്ടേക്കാന്ന് എഴുതിയിട്ടാണ് അങ്ങനെ ഇട്ടു. അതിനുശേഷം പിന്നെ മറ്റൊരു ചാനലിന്റെ പ്രോഗ്രാം വന്നപ്പോൾ സിംഗേഴ്സിന്റെ വോയിസ് ഇമിറ്റേഷനിൽ നമുക്ക് ഗിന്നസ് റെക്കോർഡ് കിട്ടി. പിന്നെ അല്ലാതെ ഫസ്റ്റ് കിട്ടിയത് നമുക്ക് റോട്ടർ ഇന്റർനാഷണൽ അവാർഡാണ് 2014 ബെസ്റ്റ് മ്യൂസിക് ആർട്ടിസ്റ്റിനും. പിന്നെ 2019 ഓൾ ജാക്ക് സകലകല വല്ലഭൻ, അങ്ങനെ 2-3 അവാർഡ് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. വീട്ടിൽ പ്രോത്സാഹിപ്പിക്കുന്ന ആരാ കൂടുതൽ? അതിൽ എല്ലാവരും ഉണ്ട്. അച്ഛനില്ല, അമ്മയാണ് അതിന്റെ സപ്പോർട്ട് കൂടുതൽ. അമ്മ തന്നെയാണ്. പിന്നെ അമ്മയ്ക്കൊരു പേടിയെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു രംഗത്ത് ഞാൻ ഇലക്ട്രോണിക്സും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് വീണ്ടും പാട്ടിലേക്ക് പോകുന്ന ഞാൻ ഒരു ഉറപ്പില്ലാത്ത ജോലിയാണ്. കല എന്ന് പറഞ്ഞൊരു ഉറപ്പില്ലാത്തൊരു ജോലിയാണ്. സക്സസ് ആവാം, ചിലപ്പോൾ നേരെ തിരിഞ്ഞു വരാം. എല്ലാവർക്കും ജോലി എന്നുള്ള കൺസെപ്റ്റാണ്. ഇപ്പൊ പഠിച്ചിറങ്ങി നിനക്ക് ജോലി കിട്ടും. നമ്മുടെ കല കൊണ്ടായിരിക്കും, ചിലപ്പോൾ ചിന്ത കൊണ്ടായിരിക്കും കണ്ടെത്തുന്നത്. നമ്മുടെ ചിന്ത എങ്ങനെ നമുക്ക് പറ്റിയ രീതി അതാണ്, അതിലേക്ക് പോവാന്നുള്ളതാണ്. ഞാൻ സ്കൂളിൽ ചെല്ലുമ്പോഴും ഇത് തന്നെയാണ് പറയുന്നത്. നമുക്ക് എന്താ നമ്മളിപ്പോൾ പഠിപ്പിക്കുന്ന സാറന്മാരും അധ്യാപകരെല്ലാം ഒരേ വിഷയം തന്നെ ഒരു കുട്ടികളെ ആ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്. ഒരു വർഷം പഠിപ്പിച്ചാലും ഈ പഠിപ്പിക്കുന്ന സിലബസ് നോക്കിയിട്ടാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ എല്ലാവരും പല വഴിക്കല്ലേ പോകുന്നത്. പഠിച്ചു തുടങ്ങി കുട്ടികളെല്ലാം പല ജോലിയായിട്ടാണ്. എന്തുകൊണ്ടാണ് പഠിപ്പിക്കുന്ന കാര്യങ്ങളൊന്നല്ലേ, എന്തുകൊണ്ട് ഓരോരുത്തരുടെ ഉള്ളിൽ കിടക്കുന്ന ഇച്ഛ. ശരിക്കും അതാണ് വളർത്തേണ്ടത്. ഓരോരുത്തരുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു കലയായിരിക്കാം, അല്ലെങ്കിൽ മറ്റു ചിന്തയായിരിക്കാം, ചിലപ്പോൾ പരീക്ഷണങ്ങളായിരിക്കാം, ചിലർക്ക് ജോലിയായിരിക്കാം, അല്ലെങ്കിൽ സങ്കല്പങ്ങളാണല്ലോ. ആ രീതിക്ക് കുട്ടികളുടെ ഇഷ്ടം എന്താണ് ആ രീതിക്ക് വിടാം. നമ്മൾ കുട്ടികളെ തടഞ്ഞു നിർത്തിയിട്ട് കാര്യമില്ല. ആ ഇഷ്ടത്തിന് ചിലപ്പോൾ ഈ ചെറുപ്പത്തിൽ കാണിക്കുന്നതായിരിക്കും. ഇപ്പൊ എന്നോട് പറഞ്ഞു നിങ്ങൾ പാട്ട് പഠിക്കണ്ട, പാട്ടും പാടി നടന്നു പറയും. ഇല്ല, പലരും അങ്ങനെ പറയും, മിമിക്രി കളിച്ച് നടക്കാന്നല്ലേ പറയും. നീ മിമിക്രി കളിച്ച് പാട്ട് പാടി കാര്യമായിട്ട് നടക്കുന്നത്. ഇപ്പോഴും മിമിക്രി കളിച്ച് നടക്കുകയല്ലേ. അപ്പൊ ഈ പന്ത് കളിക്കാൻ പോണവരല്ലേ, അപ്പൊ സച്ചിൻ ടെണ്ടുൽക്കർ അവരെ മാതാപിതാക്കൾ അങ്ങനെ പറഞ്ഞായിരുന്നു, ക്രിക്കറ്റ് കളിച്ച് നടക്കുന്നു, ഇങ്ങനെ ക്രിക്കറ്റ് കളിച്ച് നടന്ന പഠിച്ച് ജോലിയാക്കുന്ന. അതിനൊക്കെ ഉത്തരങ്ങളില്ല. ലാലേട്ടൻ, മോഹൻലാൽ അവരൊക്കെ ആയത് ഇങ്ങനെയുള്ള കഷ്ടപ്പാട് കൊണ്ട് അവർ ലക്ഷ്യത്തിലെത്തി. ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ട്. പിന്നെ ഈ കലാരംഗത്ത് വന്നതിന് ശേഷം ഒരുപാട് അനുഭവങ്ങൾ, അതായത് ഇപ്പൊ തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടാവും. മോശപ്പെട്ട അനുഭവങ്ങൾ, നമ്മളെ വേദനിപ്പിച്ച, നമ്മൾ കരഞ്ഞ നിമിഷങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ അവഗണിച്ച് മാറ്റി നിർത്തിയത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. ഒരുപാടുണ്ട്. ഞാൻ പിന്നെ കൂടുതൽ എനിക്ക് അവസരം ചോദിക്കാം മടിയ അവസരം ചോദിച്ചാൽ ഇപ്പൊ സംവിധായകരോടോ അല്ലെങ്കിൽ നമുക്കറിയാം, ഞാൻ ഇത്രയും പാട്ടുകൾ ചെയ്യുന്നുണ്ട്. ഞാൻ ഒരുപാട് പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 200 പാട്ടുകൾ ഞാൻ ഇപ്പൊ എന്റെ കമ്പ്യൂട്ടറിലുണ്ട്. പക്ഷെ ഇത് ഒരു സംവിധാനം ചോദിക്കാൻ എനിക്ക് പേടിയാണ്. ഞാൻ പല്ലവി അനുവലി ഉണ്ടാക്കിയിട്ടുണ്ട്. സംവിധാനം ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എല്ലാവരും ഇപ്പൊ സിനിമയിലുള്ളവർ തന്നെയാണ് കൂടുതലും വരുന്ന. സിനിമ ഇപ്പൊ അച്ഛൻ സിനിമ താരമാണെങ്കിൽ മക്കൾ അങ്ങനെ ആ രീതിയിൽ അല്ല. ഞാൻ ഒരു രാഷ്ട്രീയം പോലെ തന്നെ ഒരു സ്വന്തമായിട്ടുള്ള ഒരു കലാകാരനെ കയറി വരാൻ ഇനി ശരിക്കും നല്ല അവസരങ്ങൾ കൊടുക്കണം. നമ്മളിലുള്ള കഴിവുകളൊന്ന് അല്ലെങ്കിൽ കേൾക്കാൻ. കാരണം നമ്മുടെ മക്കളെ നമുക്ക് വളർത്താനുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മുടെ മക്കളെ നമ്മൾ വളർത്താനുള്ളതാണ്. ഇപ്പൊ കല മനസ്സിലുണ്ടായിട്ട് വരില്ല, അത് എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കുക. കലാകാരന് അവസരങ്ങൾ തന്നെയാണ് എപ്പോഴും കലാകാരന് വേണ്ടത്. ഞാനൊരു പ്രോഗ്രാമിന് ഇപ്പൊ ഒരു ഭക്ഷണത്തിന്റെ ഒരു കാര്യത്തിലൊരു വിഷമം, അത് പറയാം, അതിന്റെ പേരുകൾ ഒന്നും പറയാനൊന്നുമില്ല. അതായത് ഒരു പ്രോഗ്രാമിന്, നമ്മുടെ കൊല്ലത്തൊരു പ്രോഗ്രാമിന്, അപ്പോൾ അന്ന് പ്രോഗ്രാം കഴിഞ്ഞു.
നമുക്കുള്ള പേയ്മെൻറ്റും തന്നു, വണ്ടിക്കൂലി എല്ലാം തന്നു. അപ്പോൾ ഭക്ഷണത്തിലുള്ള പൈസയും തന്നു. അപ്പോൾ എൻ്റെ ട്രെയിൻ വരാണ്ട് കുറച്ച് താമസിക്കും. അപ്പോൾ ഓൾറെഡി അവിടെ ഫുഡ് വന്നു. അപ്പോൾ കുറച്ച് കമ്പനി കൂടി കുറച്ച് ഒരു ഫുഡ് കഴിക്കാൻ, എന്നാൽ അരുണെ നീ എന്നാ ഫുഡ് കഴിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ബിരിയാണി കൊണ്ടുവന്ന്. അപ്പം ഞാൻ കുറച്ച് അതിനകത്ത് കഴിച്ച് വായിലേക്ക് കുറച്ചിറക്കി. എന്നിട്ട് ഒരാൾ വന്നിട്ട്, നീ എന്തിനാ ഭക്ഷണം കഴിച്ചേ? ഇത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്ന ഭക്ഷണമല്ല, നീ എന്തിനാ അത് കഴിച്ചേ? എനിക്ക് അന്നേരം പിന്നെ എൻ്റെ കണ്ണീന്ന് കണ്ണീര് കഴിച്ചാൽ നമ്മൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. എൻ്റെ വീട്ടിൽ പ്രോഗ്രാമിന്റെ സംഘാടകരാണ് ഈ പറയുന്നത്. സംഘാടകല്ല, പ്രോഗ്രാമിൽ ആർട്ടിസ്റ്റാണ് പറഞ്ഞത്. ആർട്ടിസ്റ്റ് അവർ ചെറുതായി കഴിച്ചിട്ട് പറഞ്ഞു. പക്ഷേ നീ എന്നോട് ചോദിച്ചാണെന്നറിയോ, നിനക്കുള്ള പേയ്മെന്റ് നിന്ന് ഭക്ഷണത്തിലുള്ള പൈസ തന്നു, പിന്നെ നീ ഇതിനകത്ത് എന്തിനാ കഴിച്ചെന്ന് ചോദിച്ചു. ഞാൻ കഴിച്ച് വായിൽ പകുതി ഭക്ഷണമായി. അത് ആകെ ഒരു കണ്ണീരായിരുന്നു. നമുക്കറിയാം വീട്ടില് പാടമൊക്കെ ഉണ്ട്, പാടം, നെല്ല്. അപ്പൊ അത്രയും കാര്യം സൗകര്യങ്ങളൊക്കെ ഉള്ളിടത്തുനിന്നാണ് ഇവിടെ നിന്ന് ഭക്ഷണത്തിന് നമുക്ക് ഇത് പറഞ്ഞപ്പോഴേ ഒരിക്കലും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാൻ അതുകൊണ്ട് എല്ലാവർക്കും മാക്സിമം ആളുകൾക്ക് ഈ സഹായങ്ങളൊക്കെ ചെയ്യും. ചാരിറ്റി എന്നല്ല, നമ്മൾ പബ്ലിക്കല്ല, അല്ലാണ്ട് ഭക്ഷണം മേടിച്ചു കൊടുക്കുക, സഹായങ്ങൾ, പൈസ കലാകാരന്മാർക്ക്. ഞാൻ കടം എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാക്കുക. ഈ ചെയ്യുന്ന പ്രോഗ്രാമിന്റെ പൈസ, ഒരു ഒട്ടുമിക്ക പൈസ നമ്മുടെ കലാകാരന്മാർക്ക് അവർക്കൊക്കെ പൈസ കൊടുത്തേക്കുക. പക്ഷേ കുറച്ച് പേരൊക്കെ തിരിച്ചു തരും, കുറച്ച് പേരൊക്കെ സീസൺ ആകുമ്പോൾ തിരിച്ചു തരും. എന്നാലും നമ്മൾ ചോദിക്കില്ല. അപ്പോൾ ഉള്ളപ്പോൾ എല്ലാവരും ബുദ്ധിമുട്ട് എനിക്ക് കണ്ടെടുക്കാൻ പറ്റില്ല. എനിക്ക് ആ ഒരു പ്രശ്നമാണ് എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം. മറ്റുള്ളവർ ഒരു ബുദ്ധിമുട്ടുകൾ. അപ്പോൾ എന്നെ ഇത്ര ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ട് ഡെയിലി വിളിക്കുക. പിന്നെ ഇന്നൊരു ഫേസ്ബുക്കിൽ ഇന്ന സ്ഥലത്ത് കൊല്ലത്ത് പ്രോഗ്രാം. അപ്പോൾ അന്ന് അരുണ എന്നെ ശേഷം സുഖമാണ്, പ്രോഗ്രാം നടന്നിട്ട് എടാ പിന്നെ നമുക്ക് ഒരു നിസ്സാരം, എടാ എൻ്റെ ഭാര്യയുടെ ഫോണിലേക്ക് നിസ്സാര പൈസ ഒന്ന് റീചാർജ്, അങ്ങനെ അതുവരെ ചോദിക്കും. അങ്ങനെ അറിയാതെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം മറക്കാം. അതെ, നമുക്ക് ഒരു മോർഫിങ്ങിന്റെ കേസ് പറഞ്ഞല്ലോ. ഒരു പാട്ടിൽ നിന്ന് മറ്റൊരു പാട്ടിലേക്ക് പോകുന്നു മോർഫിംഗ്. അതൊന്നും എല്ലാ പാട്ടും ഓരോ രാങ്ങളായിട്ട് സാമ്യം ഉണ്ടാവും. കോപ്പി എന്നല്ല നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഓരോ സംഭവമുണ്ട്. മുത്തേ പൊന്നെ പിണങ്ങല്ലേ എന്തേ കുറ്റം ചെയ്തു ഞാൻ. അടുത്ത വരി അങ്ങനെയല്ല. മുത്തേ പൊന്നെ പിണങ്ങല്ലേ എന്തേ കുറ്റം ചെയ്തു ഞാൻ. അമ്മായി കൊച്ചമ്മായി മരുമോന്റെ പൊന്നമ്മായി കച്ചവടം പൊട്ടിയപ്പോ വട്ടായി പോയി. ചേട്ടൻ ഇതുപോലത്തെ ഒരു പാട്ട് ഇല്ല, ഈ പാട്ടിന്റെ തന്നെ വേറെ. അതായത് ഞങ്ങൾ പാടിക്കൊണ്ടിരുന്നത് മുത്തേ പൊന്നെ പിണങ്ങല്ലേ എന്ത് കുറ്റം ചെയ്തു ഞാൻ. ഞാനില്ല നിന്നോട് കൂടാൻ, ഞാനില്ല നിൻ വിളി കേൾക്കാൻ. അങ്ങനെ നീ കലമ്പാതടി കുറുമ്പി എന്റെ സ്നേഹിതയാണ് നീ. മുത്തേ പൊന്നെ പിണങ്ങല്ലേ. അതാ ശരിയാ. അപ്പൊ ഇതുപോലെ മനുഷ്യന്റെ പാട്ടിലേക്ക് പോണ ഒരു പാട്ടുണ്ട്. ഞാനും എൻ്റെ ആളും 40 പേരും. പൂമരം കൊണ്ടുവന്നാണ്, പക്ഷെ അവിടെ നമ്മൾ മാറ്റിവിടാം. ഞാനും എൻ്റെ ആളും 40 പേരും അത്തായം കുച്ചാണ്ട് പാണം കത്തണമാ. കപ്പലിലാണേ ആ കുപ്പായക്കാരി, എന്തിനടി മോളെ തല തല്ലിക്കരയണത്. ഞാനൊന്ന് നോക്കി, അവൾ എന്നെയും നോക്കി. അത്തായം വേണ്ട എനിക്ക്, എന്റെ അച്ഛനെ മാത്രം മതി. കിളി പോണല്ലേ പെട്ടെന്ന്. ഇതിനകത്ത് അർത്ഥമുണ്ട് കേട്ടോ. അത് ഞാൻ പിന്നീട് നോക്കി മനസ്സിലായേ. ഞാനും എൻ്റെ ആളും 40 പേരും അത്തായം കുക്കാണ്ട് പാണം കത്തണമ്മ. കപ്പലിലാണേ ആ കുപ്പായക്കാരി, ആ കുപ്പായക്കാരൻ എന്തിനാടി മോളെ തല തല്ലിക്കരയണത്. ഞാനൊന്നും നോക്കി, അവൾ എന്നെയും നോക്കി. ഭീകരാർന്ന മുഖം. അത്തായം വേണ്ട എനിക്ക്, എന്റെ അച്ഛനെ മാത്രം മതി. ആ ഒരു അർത്ഥം കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇത് ഈ അടുത്ത കാലത്ത് അങ്ങ് വാനക്കൊമ്പില് വന്നൊരമ്പിളി അമ്പിളിക്കലയ്ക്കുള്ളില് മയക്കറുമ്പനെന്ന് അന്നെ നാനല്ലെന്നും. നാട് മുടിഞ്ഞു പോയാൽ നമ്മുടെ നാട് മുടിഞ്ഞു പോകും. ആടുമേ നാടുമെല്ലാം കാക്കും മാണിക്യ തമ്പുരാനേ. ഓരോ പാട്ടിന് അതുപോലെ തന്നെ മാവിന്റെ കൊമ്പിലിരുന്നൊരു മൈന ചിലച്ചു, ആൺമൈന ചിലച്ചു, ഈ നല്ല മുഖം പാടിയതെന്തിങ്ങനെ ഇങ്ങനെ. ഓരോ പാട്ടിലും മിന്നാമിനുങ്ങി മിന്നും മിനുങ്ങി എങ്ങോട്ടാണ് ഈ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാകില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. തലയ്ക്കുമീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി,
തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ ദാഹജലം തരുമോ, ദാഹജലം തരുമോ. അതുപോലെ തന്നെ മറ്റേ പാട്ടുണ്ടല്ലോ, സ്വർണ്ണ ഗോപുര നർത്തകീ ശില്പം കണ്ണിന് സായുജ്യം നിൻരൂപം കാണാതിരുന്ന കരയുന്ന മിഴികളെ കാണുമ്പോഴെല്ലാം മറക്കുന്ന ഹൃദയമേ. ശരിയാ, ഓരോ പാട്ട് ഓരോ സാമ്യം. മധുമൊഴി രാധേ, അങ്ങനെ പോവാം. അപ്പൊ അങ്ങനെ നമ്മളിങ്ങനെ മോർഫിക് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അറിയാതെ നമ്മളിത് പാടിക്കൊണ്ടിരിക്കുമ്പോഴേ ഈ സത്യം പറഞ്ഞാൽ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് ഇത് എവിടെ ഇത് ചെന്ന് എത്തിയേക്കണേ, ഏത് പാട്ടിൽ നിന്ന് തുടങ്ങി എവിടെ പോയി അല്ലേ. ശരിയാ, ഇനിയും കുറച്ചുകൂടി താരങ്ങൾ വരാനുണ്ട്. അതെ അതെ, ജാസി ഗിഫ്റ്റ് ഉണ്ട്, അതെ, പിന്നെ നമ്മുടെ വിഷ്ണുമോഹൻ ഉണ്ട്, കുറെ ഉണ്ട്, അദ്നൻ സാമി അല്ലേ, കുറെ ഉണ്ട്. ഞാൻ അതൊന്നും ഓർക്കണില്ല, ഞാൻ എടുത്തോണ്ട് സാധനം പുതിയതിലേക്ക് വന്നോണ്ടിരിക്കുകയാണ്. ജാസി ഗിഫ്റ്റിന്റെ കുറച്ച് വേർഷൻസ് ഒന്ന് കേൾക്കാം. എന്റെ അനുരാഗക്കരി മെഴുക്കുയിലെ ഉള്ളിൽ പാവാട പ്രായമുള്ള കുയിലെ വെള്ളിമാറത്തെ പൂമുള്ള കുയിലെ ചങ്ക ചക്കട ചക്ക ചക്ക ചെറുകട ചെറുതാളം തുള ചൊല്ലപ്പൂ മറുകൊള്ള മായക്കിളി കാക്കത്തമ്പ്രാട്ടി. അങ്ങനെ അങ്ങ് പോകും. മണിക്കിനാവിൻ കൊതുമ്പ് വെള്ളം തുഴങ്ങി വന്നു ഇന്നെനിക്ക് വേണ്ടി വെയിൽ പിറാക്കൾ പറന്നു വന്നു പകൽക്കിനാവിൽ ഇന്നെനിക്ക് വേണ്ടി. അങ്ങനത്തെ ഓരോ പാട്ട് ഓരോ ഈ ബേസ് നോട്ടിലേക്ക് വരുമ്പോ കുറച്ചുകൂടി വ്യത്യാസം ബേസ്. അതെ, മാപ്പിളപ്പാട്ട് കൂടെ ഉണ്ട്. ചില പാട്ടുകളൊക്കെ നമുക്ക് ഒരു ഇത് നില്ലടി നില്ലടി കുയിലേ നീ ചൊല്ലടി ചൊല്ലടി മയിലേ ഒരു നോട്ടം കൊണ്ടെന്നെ മനസ്സിൽ ഒളി അമ്പരങ്ങളുടെ പെണ്ണെ തൊടുതൊടുപ്പുള്ള മേനി പെണ്ണെ എനിക്ക് സ്വന്തമല്ലേ നിന്റെ മാറിലൊന്നു ചായാൻ. അങ്ങനെ അപ്പൊ ചിലപ്പോ കേൾക്കുമ്പോൾ നമുക്കൊരു ഒരു ചിരി വരും. എന്നാൽ സീരിയസ് ആണ് അജിത് സിംഗിലേക്ക് വരാം. അജിത് സിംഗിന് വരാം. तेरे लिए हर रोज है जीते तुझको दिया मेरा वक्त सभी कोई लम्हा मेरा न हो तेरे बिना हर सांस पे नाम तेरा क्योंकि तुम ही हो अब तुम ही हो जिंदगी अब तुम ही हो चैन भी मेरा दर्द भी मेरी आशिकी अब तुम ही हो तुम ही हो तुम ही हो. അടിപൊളി. ഇനി ആരാണ് വെറൈറ്റി ആയിട്ടുള്ളത്? വിഷ്ണുമോഹൻ, നമ്മുടെ മോഹൻ സിത്താർ സാറിന്റെ മകനാണ്. വെയിൽ ചില്ല പൂക്കും നാളിൽ കളിത്തൊട്ടിലാടി കിളി നൊന്ത് പാടിയ രാഗം ശാരീരം ചാരും അത് മനമാകെ നിറഞ്ഞേരോ ഈണമായി കിലും കിലും താളമായി കണ്ണെ നിന്നെ കാണാൻ നിന്നതാണോ. സെലിൻ ഡിയോൺ. അത് നമ്മൾ ചില വേദികളിലാണ് അത് എടുക്കാറുള്ളൂ. കാരണം അതിനുള്ള പ്രേക്ഷകര് ഉള്ള വേദിയിൽ എടുത്തിട്ട കാര്യമുള്ളൂ. ഇച്ചിരി ഇംഗ്ലീഷ് ടച്ച് ആയിട്ടുള്ള Every night in my dreams I see you, I feel you, that is how I know you go far across a distance and spaces between them. You have come to show you go. അപ്പൊ ഇത് ഡെയിലി പ്രാക്ടീസ് ഉണ്ടോ? അത് പ്രോഗ്രാം ഡെയിലി ഉള്ളതുകൊണ്ട് അതൊരു പ്രാക്ടീസ് ആയിട്ട് പോകും. പിന്നെ ചിലത് നമ്മള് റിഹേഴ്സൽ നോക്കില്ല, നമ്മൾ അതേ ശൈലി നമ്മുടെ ശബ്ദത്തിലേക്ക് തന്നെ വരും. അപ്പൊ ഇനിയിപ്പോ എന്റെ ഫേവറേറ്റ് സിംഗറാണ് അദ്നൻ സാമി. അതെ, മലയാളത്തിലെ പാട്ട് പാടിയിട്ടുണ്ട് മകൾക്ക്. അതെ ആകാശത്തൂഞ്ഞാട്
കാണാക്കിനാകണ്ടുറങ്ങുന്നേ. കുറച്ച് വെള്ളിയൊക്കെ ഇട്ടാവാൻ അമ്പോറ്റിയെ കണ്ടോണ്ടുറങ്ങുമ്പോൾ കണ്ട കുന്നൊന്നു കാണാൻ വരും. കണ്ട കുന്നിന്റെ യുച്ചേല് ചെല്ലുമ്പോൾ അമ്പിളി തമ്പ്രാന്റെ കോലോ കാണാം. ആ കോലത്തെത്തുമ്പോൾ അവിടെ എന്തൊരു രസമെന്നോ. പാൽക്കാവടിയുണ്ട്, അവിടെ പായസപ്പുഴയുണ്ട്, അവിടെ കാത്തോരമ്മയിട്ടുണ്ട്. പഴയ സിംഗേഴ്സിനെ ആരെങ്കിലും? പീലിയിലെ കെബിതഫാനും അവരുണ്ട്. ശരി. ഒന്നവനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടങ്ങ് കൊണ്ടുപോകൂ. നിന്നെ ഒരിക്കൽ കൊണ്ടുപോകാം. ഇന്നു വേണ്ടോ മലയാളി. ഒന്നവനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടങ്ങ് കൊണ്ടുപോകൂ. നിന്നെ ഒരിക്കൽ കൊണ്ടുപോകാം. ഇന്നു വേണ്ടോ മലയാളി. കാനന ചായയിലാടുമിക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല മുമ്പേ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. അങ്ങനെയുണ്ട്. പിന്നെ ഉള്ളൊരു വെറൈറ്റി നമ്മുടെ പുതിയ ഒരു പാട്ടുണ്ട്, ഇല്ലുമിനാറ്റി. ഓരോ പാട്ടും കവിതയായിട്ട് എഴുതുമ്പോൾ ഒരു കവിതാ ട്യൂൺ ഉണ്ടാവും. അതെ അതെ, ഏത് പാട്ടാണെങ്കിലും അത് പിന്നീട് സംഗീത സംവിധാനം ട്യൂൺ ചെയ്യുമ്പോഴാണ് ആ ട്യൂണിലേക്ക് വരുന്നത്. അപ്പൊ ഇത് ആ കവിതയായിട്ട് എഴുതിയപ്പോൾ എങ്ങനെയായിരിക്കും അതിന്റെ ട്യൂൺ നമുക്കൊന്ന് ഇമാജിൻ ചെയ്തു നോക്കാം. ഓക്കെ ഓക്കെ. നാടിൻ നന്മകനെ പൊന്മകനെ തായവനെ മിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്തുവച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഇല്ലുമിനാറ്റി. പേനാ കത്തിക്കൊണ്ട് വിദ്യാരംഭം കുത്തൂഹരിಸಿ തോക്കിൻ കാഞ്ചി വലി ശീലം പണ്ടേ മാറാത്ത വ്യാധി നെഞ്ചിൽ പൂട്ടിവച്ചൊരംഗക്കലി തീരാത്ത വാശി ഇവൻ മീശ വച്ചൊരാട്ടപ്പുലി ഇല്ലുമിനാറ്റി. ഇല്ലുമിനാറ്റി എന്റെ ഏറ്റവും പുതിയ അടുത്ത കവിത ഉണ്ട്. ഏതാ? ബ്രാൻഡി കുപ്പി. ഇവിടൊരു ചാകരയും വേലകളി ഒത്തുവന്നപ്പോൾ ചിലരുടെ തോർത്തുകീറിപ്പോയ കാര്യം ഓർത്തുപോകവേ നിന്റെ അമ്മയുടെ എന്റെ അമ്മയുടെ ജിമിക്കും കമ്മലും എന്റെ പൻ കട്ടോണ്ട് പോയി എന്റെ അപ്പന്റെ ബ്രാൻഡി കുപ്പി എന്റെ അമ്മ കുടിച്ചു തീർത്തു. അങ്ങനെ അല്ല ഇതിന്റെ ഒറിജിനൽ കവിതയൊക്കെ ഇങ്ങനെ അതെ അതെ അതെ, ഇത് കവിതയായിട്ട് മാത്രം കാണുമ്പോഴേ അതെ അതെ അതൊക്കെയാണ് നമ്മുടെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ. ക്ലബിലൊക്കെ ഓണാഘോഷങ്ങൾ പണ്ടത്തെ നമ്മുടെ നാടൻ പ്രദേശത്താകുമ്പോ ഈ സൗണ്ട് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. ചെറിയ 2 ബോക്സൊക്കെ വെച്ചിട്ടായിരിക്കും അവരാണ് ചെറിയ ആംപ്ലിഫയറും ഇതൊക്കെ വെച്ചിട്ടായിരുന്നു. അപ്പൊ ഇത് പറയാം, വെള്ളംകുടി മത്സരത്തിന് പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എത്ര ഇവിടുത്തെ കമ്മിറ്റി ഓഫീസിൽ ബന്ധപ്പെടുക. അത് നമ്മൾ അനൗൺസ്മെന്റ് ചെയ്യാം. ഒന്നും കേൾക്കില്ല, മൊത്തം പത്രം കഴിക്കും. അങ്ങനെ കുഞ്ഞു പിന്നെ അതുപോലെ പെട്രോൾ പമ്പില് നമ്മള് പെട്രോളൊക്കെ അടിക്കും, ഡീസലും ഇതൊക്കെ അടിക്കില്ലേ. പെട്രോൾ 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 ഡീസലാണെങ്കിൽ ഡീസൽ 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 അല്ലേ. അല്ല അങ്ങനെയുള്ള കുഞ്ഞു നുറുങ്ങുന്ന സമയം ചിലപ്പോൾ സ്റ്റേജ് ചെയ്യില്ല. പക്ഷെ ഈ ഒബ്സർവേഷനാണ് അരുണിനെ ഇങ്ങനെ ഒരു വലിയ കലാകാരനിലേക്ക് എത്തിക്കുന്നത്. കാരണം നമ്മൾ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന അതൊരു ഭീകര പ്രവർത്തനമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നമുക്ക് വലിയ വലിയ കണ്ടന്റ്സ് കിട്ടും. അപ്പോൾ ഏതായാലും ഒരുപാട് സന്തോഷം. ഒത്തിരി താരങ്ങളുടെ ശബ്ദം, അതായത് നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ഗായകരുടെ ശബ്ദങ്ങൾ, അത് ഡ്യുവറ്റായിട്ട് ഫീമെയിലും മെയിലും ഒക്കെ വളരെ ഗംഭീരമായിട്ട് ചെയ്യുകയും നന്നായി പാടുകയും ചെയ്യുന്നൊരു കലാകാരൻ. പാട്ടുകാരനാണ്, മിമിക്രി ആർട്ടിസ്റ്റാണ്, മോട്ടിവേഷൻ സ്പീക്കറാണ്. അപ്പോൾ ഈ മോട്ടിവേഷൻ സ്പീക്കർ എന്ന നിലയിൽ ഇനി പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ഇനി വരുന്ന കലാകാരന്മാരും കലാകാരികൾ കൂടുതൽ അങ്ങനെ കുറച്ച് കലാകാരന്മാരെ
ഉണ്ടാക്കിയെടുക്കുക. അതായത് പിള്ളേരെല്ലാം വഴി തെറ്റി പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ നമുക്ക് ഒരു കല പഠിപ്പിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു കുട്ടിയെ ഒരു കല പഠിപ്പിക്കുകയാണെങ്കിൽ അവരാ കല പ്രവർത്തനമായിട്ട് അല്ലെങ്കിൽ ഒരു സൈഡായിട്ട് പൊക്കോളൂ. അപ്പോൾ ഒരുപാട് ചിന്തകളിലേക്ക് മദ്യപാനത്തിലേക്ക് മയക്കുമരുന്നിലേക്കൊന്നും പോകാൻ സാധ്യത കുറഞ്ഞു കിട്ടും. ഇത് ഞാൻ മനസ്സിലാക്കിയ കാര്യം. കാരണം എനിക്ക് അങ്ങനെയുള്ള ഒരു ചിന്ത ഉള്ളതുകൊണ്ട് എനിക്ക് മറ്റ് ചിന്തകളിലേക്ക് പോകാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം ഞാൻ ഇങ്ങനെയുള്ള കണ്ടുപിടുത്തമായിട്ട് നടക്കുവാണ്. അപ്പോൾ നമുക്ക് സൈഡായിട്ട് എപ്പോഴും ഒരു മനുഷ്യൻ ഒരു കല ഒരു സൈഡായിട്ട് വേണം. കല ആസ്വദിക്കുക. അത് എന്ത് കലയായാലും, പാട്ടായാലോ അല്ലെങ്കിൽ സ്പോർട്സ്, ഇത് ഈ രണ്ട് മൂന്ന് കാര്യങ്ങളിൽ ഒരാൾ ഉറപ്പായിട്ട് ഏർപ്പെട്ടിരിക്കണം. അതല്ലാത്തവരാണ്, ഈ ആസ്വാദനങ്ങളൊന്നും ഇല്ലാത്തവരാണ് വഴിതെറ്റി പല രീതിയിലേക്കും പോകുന്നത്. തീർച്ചയായിട്ടും പ്രേക്ഷകരോട് എനിക്ക് അതാണ് പറയാനുള്ളത്. ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സാമൂഹിക വിപത്തുകൾ നമ്മളിലേക്ക് കയറി വരുന്നത്. കാരണം അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ ക്ലബ്ബുകളിലേക്ക് പോയിട്ട് എന്തെങ്കിലും അവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് ഒരു നാടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കും. അതൊരു ഒരു നല്ല കാര്യം തന്നെയാണ്. പിന്നെ സാമൂഹ്യ നന്മയുടെ ഭാഗമായിട്ടൊക്കെ അത്തരം ക്ലബ്ബുകൾ അന്നും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ പറഞ്ഞ പുറത്തൊക്കെ പ്രവാസി ക്ലബ്ബുകളുണ്ട്. ഇപ്പൊ നാട്ടിൽ അന്യം നിന്നു, പക്ഷെ പുറത്ത് അസോസിയേഷൻ ഉണ്ട്. ഇല്ല, നമ്മുടെ ഇവിടെക്കാളും കൂടുതൽ ഓണാഘോഷം നടക്കുന്ന പുറത്താണ്. ക്രിസ്മസ് ആണ് ഇവിടുത്തെ ഓണാഘോഷം ആഘോഷിക്കുന്നത്. നാടകം വരെ ഔട്ടായ, പക്ഷെ അവർ ചെയ്യുന്ന എഫർട്ട് ഒരു കലാകാരന്മാർ ചെയ്യാത്ത എഫർട്ടാണ് നാടക കലാകാരന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അരുണേ, ഇപ്പം നമ്മൾ സ്റ്റേജ് കലാകാരന്മാരാണ്. അരുൺ ഒരുപാട് സ്റ്റേജുകളിൽ വളരെ തിരക്കിട്ട് പോകുന്ന ഒരാളും കൂടിയാണ്. അപ്പം ഇപ്പം ഈ സ്റ്റേജ് കലാകാരന്മാർ നേരിടുന്ന പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാം? പ്രധാന വിഷയം എന്ന് വെച്ചാൽ ഇപ്പോൾ 10 മണിക്ക് ശേഷം സൗണ്ട് ഓഫ് ആക്കുന്നത്, അത് ചിലപ്പോൾ മലിനീകരണം എന്തോ ആയിക്കോട്ടെ, പക്ഷെ നമ്മുടെ ജോലിയാണത്. എൻ്റെ നാട് കൂട്ടം, ഞങ്ങൾ ഒരുപാട് ദൂരത്താണ് ഒരു പ്രോഗ്രാം സ്ഥലത്ത് വരുന്നത്, കൊല്ലത്തോ അല്ലെങ്കിൽ തൃശ്ശൂർ, കോഴിക്കോട്. നമ്മൾ വണ്ടി ഓടിച്ച് അവിടെ എത്തുമ്പോഴത്തേക്കും ഒരു 7 മണിക്ക് ഒരു പ്രോഗ്രാം തുടങ്ങണമെങ്കിൽ 7 മണിക്ക് തുടങ്ങി 10 മണിക്ക് തീരണം എന്നുള്ള എല്ലാ സ്ഥലത്തും അത് കിട്ടിയെന്നില്ല. ചില ക്ഷേത്രങ്ങളിലേക്ക് ഉത്സവം ചിലപ്പോൾ 12 മണിക്ക് ശേഷമായിരിക്കും അടുത്ത ചടങ്ങുകൾ കഴിഞ്ഞ്, ചിലപ്പോൾ ആ സമയത്തായിരിക്കും തുടങ്ങുന്നത്. പക്ഷേ ആ 10 മണിക്ക് ശേഷം പ്രോഗ്രാം വെച്ചില്ലെങ്കിൽ അവിടുത്തെ ചടങ്ങുകൾ നടക്കില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഈ പ്രോഗ്രാം ചെയ്താലേ നമുക്ക് പൈസ കിട്ടുള്ളൂ. അപ്പോൾ കലാകാരന്മാർ പ്ലസ് സൗണ്ട് എഞ്ചിനീയേഴ്സ്, ലേറ്റ് ചെയ്യുന്നവർ, ഒപ്പം ഈ കച്ചവടക്കാർ. അപ്പോൾ ഈ ഒരു കല, ഈ ഒരു ക്ഷേത്ര കലയായിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റേജുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ജീവിതങ്ങൾ ചുറ്റുമുണ്ട്. അത് കാണുന്നില്ല. ചിലപ്പോൾ സ്റ്റേജ് പ്രോഗ്രാം മാത്രമാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് സർക്കാരിൻ്റെ ഭാഗത്തേക്ക് അതൊന്ന് കൂടുതൽ എപ്പോഴും പറയാറുണ്ട്. എങ്കിലും അതൊന്ന് കറക്റ്റ് ഒരു 12 മണി വരെ നീട്ടുവാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ 2 മണിക്കൂർ നീട്ടുവാണെങ്കിൽ എല്ലാവർക്കും ജോലി ചെയ്യാം. ഇല്ല, നമുക്ക് അതിൽ സ്ഥിരം ജോലിക്ക് പോകുന്നവരുടെ പിറ്റേ ദിവസം രാവിലെ എനിക്ക് ജോലിക്ക് പോയാൽ മതി. എനിക്ക് ജോലിക്ക് പോകണമെങ്കിൽ നാളെ എനിക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. തീർച്ചയായിട്ടും അതൊരു നല്ല കാര്യമാണ്. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് അനുബന്ധമായി പ്രവർത്തിക്കുന്ന ഒരുപാട് മേഖലയുണ്ട്. സൗണ്ട് ആൻഡ് ലൈറ്റ് ആയാലും അല്ലെങ്കിൽ മറ്റ് ഈ തട്ടുകട വ്യാപാരം, രാത്രികളിൽ ഇപ്പൊ ഈ പ്രോഗ്രാം 10 മണിക്ക് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കച്ചവടത്തെ അത് ബാധിക്കുന്നുണ്ട്. ഇത് ബിസിനസ് കൂടുതൽ ഒരിക്കലും കുറയില്ല. ഇപ്പൊ സാധാരണ പകലിനേക്കാൾ കൂടുതൽ കച്ചവടം, കാരണം ഇപ്പൊ വെയിൽ കൂടുതലുള്ളതാണ് പകൽ കച്ചവടങ്ങളും കൂടുതൽ രാത്രിയിലത്തേക്കായി. പുറത്തും രാത്രിയാണ് കൂടുതൽ കച്ചവടങ്ങൾ നടക്കുന്നത്. അത് ശരിക്കും നല്ല കാര്യം തന്നെയാണ്. ഉറങ്ങുന്നവരെന്തായാലും സമാധാനമായിട്ട് ഉറങ്ങും. ഒരിക്കലും ഒരു പള്ളിയിൽ പ്രോഗ്രാം ഉണ്ടെങ്കിൽ ആ ചുറ്റും എന്തായാലും സൗണ്ട് ഉണ്ടാവുമല്ലോ. അത് ഓൾറെഡി ആ പെരുന്നാൾ ഉത്സവം കഴിയുന്നവരെ ഓൾറെഡി സൗണ്ട് ഉണ്ടാവും. ഒരു 10 മണിക്ക് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഒരിക്കലും ഒന്നും നന്നാവാനും പോകുന്നില്ല. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. കുടുംബം, കുട്ടികൾ, അവരെ കുറിച്ചൊക്കെ ഒന്ന് പറയൂ. വൈഫിന്റെ ഒരു ഗ്രീഷ്മ, മോളുണ്ട് അദ്വൈത, അമ്മയുണ്ട്, അച്ഛനില്ല, സുഖമായിട്ട് കഴിയുന്നു, സന്തോഷമായിട്ട് പോകുന്നു. ഗ്രീഷ്മ എത്രയല്ല പഠിക്കുന്നത്? ഗ്രീഷ്മ പഠിക്കുന്നല്ല, അല്ല ഗ്രീഷ്മ വൈഫ്. അദ്വൈത എത്രയല്ല പഠിക്കുന്നത്? 3 വയസ്സായിട്ടുള്ളൂ. 3 വയസ്സായിട്ടുള്ളൂ. അംഗൻവാടിയിലൊക്കെ വിടാനുള്ള പ്രായം ആയിട്ടുള്ളൂ. അമ്മയുണ്ട്, അച്ഛനില്ല. ഓക്കെ. അപ്പൊ എന്തായാലും സകുടുംബം സ്വസ്ഥമായി കോതമംഗലത്ത് താമസിക്കുന്നു. അപ്പൊ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് മാത്രം. എന്തായാലും നമ്മുടെ ഈ പ്രോഗ്രാമിന് വിളിച്ചൊരു ഒരുപാട്, പിന്നെ പ്രശാന്ത് ചേട്ടൻ, നമ്മുടെ ചേട്ടൻ്റെ ഒക്കെ CD കണ്ടിട്ടാണ് നമ്മൾ ഇൻസ്പിറേഷൻ ആയിട്ട് വന്നത്. അത് ചേട്ടൻ ഇരുത്തി കൊണ്ട് പറഞ്ഞതല്ല, എങ്കിലും നമ്മുടെ ആഗ്രഹം അന്ന് CD യിൽ കണ്ട ഒരു ആഗ്രഹം കൊണ്ടാണ് ഇന്ന് ഈ വേദിയിൽ എത്താൻ പറ്റിയത്. അപ്പൊ അതിലും കടപ്പെട്ടിരിക്കുന്നു. ഒരുപാട് സന്തോഷം നമ്മുടെ ചാനലിനും. ഓക്കെ. ഇപ്പൊ പ്രൈം പോഡ്കാസ്റ്റിൽ നമ്മുടെ സ്വന്തം അരുൺ ഗിന്നസ് ആയിരുന്നു. ഓക്കെ, അരുണേ, നമസ്കാരം.